ഒരു സാധാരണ വിശ്വാസിയിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കും. 16-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. അതെ, യേശുക്രിസ്തു ക്രൂശിൽ പിശാചിനെ എന്നേക്കും പരാജയപ്പെടുത്തിയെന്നും അവൻ ക്രൂശിലെല്ലാം നിവർത്തിച്ചുവെന്നും അവൻ മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു, അത് എന്നിലാണ് ജീവിക്കുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ നിൻ്റെ നാവ് ഒരു അഗ്നിയായി തീരും. നീ കൽപ്പിച്ച ഭൂതങ്ങൾ വിട്ടുപോകും. നിന്റെ കൈകൾ രോഗശാന്തിയുടെ ഉറവിടമായി തീരും. നീ തൊട്ടാൽ രോഗികൾ സൗഖ്യമാകും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. നിന്നിലൂടെ വീര്യ പ്രവർത്തികൾ സംഭവിക്കും. ഈ കാലഘട്ടത്തിൽ ദൈവം ചിലതിനെ വീര്യ പ്രവർത്തികൾ, ദൈവരാജ്യത്തെ അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്ന, നീ കൽപ്പിച്ചാൽ അന്ധൻ്റെ കണ്ണു തുറക്കും, ചെകിടൻ്റെ ചെവി കേൾക്കും, മുടൻ്റെ ചാടി എഴുന്നേറ്റ് നടക്കും. കാരണം നിന്നിലകത്ത് ഒരു ഭയങ്കര വിശ്വാസം വ്യാപരിക്കുകയാണ്. അങ്ങനെ അസാധാരണ വിശ്വാസമുള്ള ഈ തലമുറ ഈ അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അതിലൊന്ന് നിശ്ചയമായും നിങ്ങളാണ്.